കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഞാൻ ഇവിടെ കിടക്കുന്നു. എനിക്ക് എടാ വാഴയ്ക്ക് തടവെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ നീ വരാത്ത അങ്ങോട്ട്? എനിക്ക് വയ്യ വാഴയ്ക്ക് തടവെടുക്കാൻ വരാൻ. രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഉണ്ടടാ അവിടെ. ആര്? നമ്മുടെ അച്ഛൻ. അദ്ദേഹത്തിന് വയ്യാതിരിക്കുമ്പോഴെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സഹായം ചെയ്യണ്ടേ? അങ്ങനെ മനസ്സിൽ നിനക്ക് തോന്നണ്ടേ? എന്റെ അച്ഛൻ വാഴയ്ക്ക് അല്ല, എന്റെ ചേട്ടാ വാഴയ്ക്ക് തടവെടുത്ത് കൊടുത്ത് അച്ഛൻ പൈസ തരും എനിക്ക്. എടാ നമ്മുടെ വീടല്ലേടാ ഇത്. നീ ഇവിടെ വീട്ടിൽ പണിയെടുക്കണേ പൈസ ചോദിക്കുന്നു. എന്റെ ചേട്ടാ എന്റെ മാനസികാവസ്ഥ എന്ത് ഈ വീട്ടിൽ ആരും മനസ്സിലാക്കാത്തത്? നീ ഒരു കാര്യം ഈ പുതപ്പെടുത്ത് നിന്റെ തലയിൽ കൂടെ മൂടിയിട്ടാ മൂടിക്കടാ. ഞാൻ എന്തുകൊണ്ടാ പതപ്പെട്ടിരിക്കുന്ന അറിയാമോ? എനിക്ക് വയ്യ, എനിക്ക് പനിയാണെന്ന്. നിനക്ക് പനിയാ? ചുട്ടുപൊള്ളുന്ന പനി. ചൂടൊന്നുമില്ലല്ലോ. അത് ഉള്ളി പനിയാന്ന്. തക്കാളി പനി. എണീറ്റ് വേണ ഇങ്ങോട്ട്. എന്റെ ചേട്ടാ എനിക്ക് വയ്യ ചേട്ടാ. എനിക്ക് തുമ്മലൊക്കെ ഉണ്ട്. അച്ഛന്റെ തുമ്മലൊക്കെ നീ കിട്ടിയ എനിക്ക്. നിന്റെ പനിയും തുമ്മലും സംഗതി ഒന്നും ചേരുന്നില്ലല്ലോ. അത് ചേട്ടൻ വലിയ ഗായകനാണെന്ന് തോന്നുന്ന. അതിന് എനിക്ക് കുറച്ച് താളം ലിപിയൊക്കെ കുറവായിരിക്കും. എടാ എണീറ്റ് പാടാ ഇങ്ങോട്ട്. എനിക്ക് വയ്യ ചേട്ടാ. എനിക്ക് നല്ല ഇതിനകത്ത് പൊതച്ചുമൂടി കിടന്നാലേ ഈ ചൂടൊക്കെ അങ്ങ് കേറിയിട്ട് പനി. ഡോക്ടറെ വക്കീലിനൊന്നും കണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടറെ കണ്ടോ? പനി കൂടാ. എണീറ്റ് പാടാ. എന്റെ ചേട്ടാ ഇത് പൊതച്ച് മൂടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ചൂട് കൊണ്ട് നമ്മൾ വീർക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പനി അങ്ങ് പോവും. ചേട്ടാ ചെല്ല്. എന്റെ ചേട്ടനാണ്. എന്റെ മുന്നിൽ ശശികുട്ട, സത്യമാണ് ഞാൻ പറയുന്നത്. ശശികുട്ട പൊന്നുമോനെ, ഞാൻ വൈകിട്ട് പൈസ കൊണ്ട് തരാടാ. ഉരിയെടുത്തുടനെ കൊണ്ട് തരാം. ശരിയടാ, ശരി, ഓക്കെ. വാഴയ്ക്ക് വളമിടാൻ വന്നേണാ? വാഴയ്ക്ക് വളമിടാൻ വന്നേണാന്ന്. ഒന്ന് പോടാ കാണിച്ചു. വാഴയ്ക്ക് വളമിടാൻ വന്നൊന്നുമില്ല. എന്തായിട്ടാ ഒരു കള്ളലക്ഷണം? കള്ളലക്ഷണോ? അതെ, ഞാനേ കള്ളു കുടിച്ചിട്ടിരിക്കും, അതുകൊണ്ട് നിനക്ക് തോന്നുക. നീ പോയി പഠിക്കിപ്പോ. ഞാൻ പഠിച്ചോളാം. പക്ഷെ എന്താ വശപ്പിശകുണ്ടല്ലേ? ഒരു വശപ്പിശക്കും ഇല്ലടാ ശംഭു. എന്റെ ദൈവമേ, ഈ വീട്ടിലാരും എന്നെ എന്താ ദൈവമേ മനസ്സിലാക്കാത്തത്? കയ്യിലെന്ന് തോന്നുന്നു. കയ്യിലാ? കയ്യില് മോതിരം. മറ്റേ കയ്യില് വലിയ മോതിരം. എടാ ശംഭു മോനെ, നീ എന്റെ മുത്തല്ലേ, ചക്കരയല്ലേ? ചിറ്റപ്പനെ ഒന്ന് മനസ്സിലാക്കടാ. കളികള എന്തോന്ന് പുട്ടുകൂടോ? കുട്ടപ്പനോ? പുട്ടുകൂടോ? എടാ ഇതേ ഈ പുട്ടുകൂടം കഴുകാൻ വേണ്ടി ഞാൻ അതിനകത്ത് കൈയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തേച്ച് കഴുകി. പിന്നെ ഊരാമ്പയുടെ ശംഭു, ഇത് നമുക്ക് ഏതെങ്കിലും സിനിമയിലെ കഥയായിട്ട് എടുക്കാം. ചിറ്റപ്പ ഇത് മറച്ചു വയ്ക്കാനുള്ള പരിപാടിയല്ലേ? എന്റെ പൊന്നു ശംഭു, ഇത് സ്വർണ്ണക്കൂടം ഒന്നല്ലല്ലോ മറച്ചു വെക്കാൻ. സത്യം പറഞ്ഞ അച്ഛനെ അയ്യോ അല്ലേ ഒന്ന് വിളിക്കല്ലേ മക്കളെ. സത്യം പറയാം പ്ലീസ്. പറയുന്നത് വേറെ ആരടുത്തും പോയി പറയരുത്. ഞാൻ പറയില്ലേ. അതായത് അച്ഛമ്മ ഉണ്ടല്ലോ, ഇതിനകത്ത് കുറച്ച് പൈസ വെച്ചിരുന്നു. അപ്പൊ അതെടുക്കാൻ വേണ്ടി ഇതിനകത്ത് കൈയിട്ടതാ. പിന്നെ ഊരാമ്പേടാ നമുക്ക് അച്ഛനും പോയി പറഞ്ഞേ. എടുത്തന്നെ തലക്കടി. വേദനിക്കൂലേ? എടാ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞ അച്ഛൻ അറിയൂലേടാ. സോറി, മറന്നു. എന്റെ കയ്യിൽ ഒരു കിടിലം പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എവിടെ ഇരിക്കട്ടെ, ഞാൻ ഒന്ന് വലിച്ചു നോക്കട്ടോ. എടാ ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്റെ ഇത് ഊരാൻ വേറൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ നീ എന്റെ കൂടെ നിക്കണം. നിൽക്കും. ഉറപ്പാന്നല്ലോ?
ആരത്തും പറയാൻ ചെയ്യരുത്. ഇല്ല 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 പുതപ്പെട്. ഉറങ്ങാൻ പോണ എന്നാ തലണ്ട് തലങ്ങൂടെ എടുത്തോണ്ടാ നമുക്ക് ഇവിടെ കിടക്കാം. ബെഡും വിരിച്ചിട്ട് നീ. എടാ അതല്ലടാ വേട്ട. പിന്നെ? ഞാൻ പറഞ്ഞത് ഈ പുതപ്പെട് നീ. പുതപ്പെട്. പിന്നെ മറ്റേ ഇതിട് വർണ്ണമാല ഇടുന്നില്ല നമ്മൾ കല്യാണത്തിന് ഇടുന്ന നമുക്ക്. ആ ഇടടാ തലക്കൂടെ ഇട്. എടാ തല വീശി നടക്കും. ആ വീശി ഇട്. ആ ഞാൻ ഇങ്ങനെ പോവാ. എടാ ഇത് കണ്ണ് കാണിക്കട ശംഭു. ഓ സോറി സോറി കയറ്റിയിട് കയറ്റി. ആ കുറച്ചുകൂടെ.